മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാട്ടെ എന്താണ് എന്നുള്ളത്. ഇത് താഴത്തു നിന്ന് ചെറിയ റൊട്ടേഷൻ കാണിക്കുന്നുണ്ട്. അപ്പ് സൈഡിലേക്കാണ് വ്യൂ വരുന്നത്. എന്തായാലും നോക്കി നോക്കാം എന്താന്നുള്ളത്. അതിനനുസരിച്ചിട്ട് നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. എന്തായാലും ഒരു ചെറിയൊരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആടുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇനി എങ്ങോട്ടാണ് മൂവ്മെന്റ് എന്നുള്ളതാണ് നോക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ എന്തായാലും ഒരു എൻട്രി എടുത്തിട്ടുണ്ട് കേട്ടോ. 25,550 കോൾ ഓപ്ഷനാണ് എടുത്തിട്ടുള്ളത്. വെയിറ്റിംഗ് ആണ്. ചെറിയൊരു ലോസിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെയിറ്റ് ചെയ്യാം. എന്തായാലും ഒരു 25 പോയിന്റ്സ് ആണ് എന്തായാലും SL വെക്കുക. ഒരു മൂവ്മെന്റ് ഉണ്ടാവുമ്പോൾ നമുക്ക് നോക്കി നോക്കാട്ടെ. എന്തായാലും അതുവരെ വെയിറ്റ് ചെയ്യാം. എടുത്തതിന് ശേഷം ഒരു മൂവ്മെന്റും തന്നിട്ടുണ്ട് നമുക്ക്. ഇനിയിപ്പോ ഇനി വരികയാണെങ്കിൽ ഇങ്ങനെയൊക്കെ വരാനാ ചാൻസ്. ഇവിടെ വരെ വന്ന് ഇന്ന് ഇവിടെ നോക്കി ഒരു സിംഗിൾ ലോക്കിങ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ സ്ട്രൈറ്റ് പോവാം. എന്തായാലും വെയിറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ടാർഗറ്റ് എന്തായാലും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനിയിപ്പോ SL ആണെങ്കിൽ തന്നെ നമുക്ക് ഇപ്പൊ നമ്മളൊരു 25 പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് 20 പോയിന്റ്സിന് എടുത്തിട്ടുണ്ടായിരുന്നു. അതോ ഓൾമോസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി കുറയ്ക്കാട്ടാ. SL ഒന്നും കൂടി ആണെങ്കിൽ കുറച്ചിട്ട് എവിടേക്കും കൂടെ നോക്കി ചിലപ്പോൾ താഴേക്ക് എടുത്ത് വെക്കേണ്ടി വരും. ഞാൻ അറിയില്ല. തൽക്കാലം ഇവിടത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും അതിന് ശേഷം നോക്കി നോക്കാം. ഞാൻ എന്തായാലും സ്റ്റോപ്പ് ലോസിന് എടുത്തിട്ട് പോസ്റ്റ് വയ്ക്കാട്ട. ഞാൻ അടിച്ചാൽ തന്നെ നോ പ്രോഫിറ്റ് നോ ലോസ് എന്നുള്ള രീതിയിൽ. അതെന്താ മെയിൻ കേസ് എന്ന് വെച്ചാൽ എൻ്റെ തന്നെ ഒരു അപ്പൊ അതുപോലെ തന്നെ അതിന്ന് ഇന്നത്തെ ഹൈ ആണ്. ഒരുപക്ഷെ അവിടെ നിന്ന് താഴേക്ക് ഫോൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോ വീണാൽ തന്നെ ഡീക്കൊക്കെ അടിച്ച് ഒരു ഇതാവും. അതാണ് ഒരു ഇഷ്യൂ വരുന്നത്. അപ്പൊ അത് കാരണം കോസ്റ്റിൽ വെച്ചിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ മുകളിലേക്ക് ടാർഗറ്റ് നോക്കാം, അല്ലെങ്കിൽ താഴേക്ക് നോക്കാം. ഒരു ബ്രേക്ക് ഔട്ട് കൂടി കിട്ടിയ നല്ലൊരു മൊമെന്റം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ബ്രേക്ക് ഔട്ട് കിട്ടണം പ്രോപ്പറായിട്ട്, ഇല്ലെങ്കിൽ ഇത് താഴേക്ക് വരാനുള്ള ഇതിലാണ് കാണുന്നത്. നോക്കാം. എന്തായാലും ചെറിയ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻ്റെ വ്യൂ ഇത് അപ്സൈഡ് പോകുന്നത് തന്നെയാണ്. രണ്ടെടുത്തതിന് ശേഷം ഒന്നല്ലെങ്കിൽ നമ്മൾ ഇത്രയും പോയിന്റ്സ് ഞാനിപ്പോൾ നിന്നോടത്ത് ഏകദേശം ഒരു 20-25 പോയിന്റ്സിൻ്റെ അടുത്ത് ടാർഗറ്റ് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 27 പോയിന്റ്സ് 28 പോയിന്റ്സിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതല്ല എങ്കിൽ ഇതിപ്പോൾ നെക്സ്റ്റ് ഓപ്ഷനിൽ എന്താണ്ടാവുകയെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒന്നല്ലെങ്കിൽ താഴെ വീഴാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും അപ്സൈഡ് പോവാം, അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു സ്വിങ് ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും മുകളിലേക്ക് പോവാം. ഇതിലേതെങ്കിലും 3 ചാൻസാണ് ഉണ്ടാവാൻ പോകണം. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഇതിനെ നോക്കുക. പലപ്പോഴും ഈ പറയണ പോലെ നോക്കിയിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ നേരത്തെ നമ്മൾ എടുക്കണ തീരുമാനങ്ങളും പിന്നെ അതേപോലെ തന്നെ ലൈവ് മാർക്കറ്റിൽ നമുക്ക് ഉണ്ടാവണം, അതല്ലെങ്കിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾക്കും ഉണ്ടാവുക. നമുക്കിപ്പോൾ പ്രോഫിറ്റ് ലോസ് ഒക്കെ ഉണ്ടാവുക. ചിലപ്പോൾ എത്ര നല്ല അനാലിസിസ് ചെയ്താലും
ആ പ്രോപ്പർ ടൈമിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എൻട്രി എടുക്കുന്നത് തെറ്റാണെങ്കിൽ നമുക്ക് എസ് എൽ ഇറ്റാവാനുള്ള വളരെ വലിയ ചാൻസ് ഉണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നോക്കുമ്പോഴാണ് ഇപ്പൊ ഇവിടത്തെ എൻ്റെ മെയിൻ ഇതെന്ന് വെച്ചാൽ ഇനിയിപ്പോ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയതിൽ കൂടിയിട്ട് എനിക്ക് ഇതൊന്നും വരാനില്ല. ആണെങ്കിൽ ഒരു ട്രേഡും കൂടി എടുക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കണത്. കാരണം കോസ്റ്റിൽ കൊണ്ടുപോയിട്ടാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത് സ്റ്റോപ്പ് ലോസ്. അങ്ങനെ പിന്നെ മെയിനായിട്ട് ഇത് ബ്രേക്ക് ആവാത്തതാണ് ഒരു ഇഷ്യൂ. ഇല്ലെങ്കിൽ അവിടെ സൈഡ് വേസ് പോയിരുന്നാൽ തന്നെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഒരു സിങ് അപ്പൊ ഇത് മെയിനായിട്ട് ഒരു സിങ് ലോ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത് ഭയങ്കര വലിയ ക്യാൻഡിൽസ് ആവുന്നതാണ്. വലിയതെന്ന് പറയുമ്പോൾ അത്ര വലിയ ക്യാൻഡിൽസ് അല്ല, എന്നാലും കൂടിയിട്ട് എപ്പോഴും ഒരു സിങ് ആയി ക്രിയേറ്റ് ചെയ്ത് പോകുമ്പോഴാണ് അതിൻ്റെതായ രീതിയിൽ പോവുക. ക്യാൻഡിൽസ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചില സമയത്ത് പ്രോപ്പർ ക്യാൻഡിൽസ് 1 by 1 ഒരു വന്ന് പ്രോപ്പറായിട്ട് നല്ല മൊമെന്റം മുകളിലേക്കാണെങ്കിലും താഴേക്കാണെങ്കിലും തരാറുണ്ട്. ഇവിടെ അങ്ങനെയല്ല. എന്തായാലും നോക്കാം, വെയിറ്റ് ചെയ്തിട്ട്. ഇത് കണ്ടിട്ട് താഴത്തേക്ക് വരുന്നുള്ള വ്യൂ തന്നെയാണ് എനിക്ക് ഇപ്പോ. എത്രത്തോളം വന്ന് പിന്നെ ഈ ഇങ്ങനെ വരുമ്പോ ഡിക്ക് വരാനുള്ള നല്ലൊരു ചാൻസ് ഉണ്ട്. അതാണ് പ്രശ്നം. ഞാനൊന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അല്ല കോസ്റ്റ് ലോസിൽ വെച്ചത് വന്നിട്ട് ഹിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് നമ്മള് ഇറങ്ങിയിട്ടുണ്ട് ആ ട്രേഡിൽ നിന്ന് ഒരു 78 രൂപ മാത്രം. നമ്മളതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു നോ ലോസ് നോ പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ. അടുത്തൊരു ട്രേഡ് കിട്ടണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാട്ടാ. എന്തായാലും നമ്മൾ ആദ്യത്തെ എൻട്രി എടുത്തതിന് ശേഷം എടുത്ത എൻട്രിയാണ് 25,550 പുട്ട് ഓപ്ഷൻ. അതായത് ഏകദേശം ഓടുമ്പോൾ വേഴ്സിൽ വന്നപ്പോഴാണ് അത് എൻട്രി എടുത്തത്. പക്ഷെ ഇന്നൊരു സൈഡ് വേഴ്സ് മാർക്കറ്റാണ്. ഇതുവരെ ഒരു ഇവിടെ ഹൈയിലും ലോവർ ഇടയിലും തന്നെയാണ് സൈഡ് വേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ സൈഡ് വേസ് കൂടുതലും കൂടിയിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഡീക്ക് ഉണ്ട് നന്നായിട്ട്. അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ വരുന്നത്. ഡീക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒരു പക്ഷെ ഇനി ഇപ്പോഴത്തെ ഒരു കറന്റ് ഇത് കണ്ടിട്ട് നല്ലതുപോലെ ഇവിടെ നിന്ന് താഴേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഹയർ ഹൈസ് ആണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത്. അപ്പൊ ഒരു പക്ഷെ ഇത് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളൊരു റിസ്ക് എടുക്കാണ്ട് തന്നെ നമുക്ക് ഒരു ഇതിൽ എക്സിറ്റ് ആവാം ഇന്നത്തെ ദിവസം എന്തായാലും. അല്ല പിന്നെ ഇത് വീണ്ടും കോസ്റ്റിൽ ഓടുന്ന വെച്ചിട്ട് നോ പ്രോഫിറ്റ് നോ ലോസ് എന്നുള്ള രീതിയിൽ ഓടുന്ന വയ്ക്കുക. അത്രേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും. ഇനിയിപ്പോ ഇവിടെ നിന്ന് നല്ലൊരു ഫോള് വരികയാണെങ്കിൽ ഇങ്ങനെ കറുവായിട്ട് ഇങ്ങനെ വീണു. അങ്ങനെ ഒരു ഹോള് വന്നു വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇത്രയെങ്കിലും പോകാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം ചെയ്യാം നമുക്ക്. ആ ഫസ്റ്റ് ട്രേഡ് എന്തായാലും പ്രോഫിറ്റിലാണ് ഇറങ്ങിയത്. ഇനി ഇവിടെ ഇനി വന്ന് എടുക്കാതെ പോയിന്റ്സും ഒന്നും തന്നെ ഇല്ല. ഓക്കെ, നമ്മൾ കോസ്റ്റ് ഓടുന്ന വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ പോലെ നേറ്റായ തന്നെ ഒരു 35 റുപ്പീസ് പ്രോഫിറ്റിന് ഇറങ്ങും. സോ നോ ടെൻഷൻ. പറയുമ്പോഴേക്കും താഴ്ത്തിക്കാൻ തുടങ്ങിയിട്ട് എന്തോ ബസ് അങ്ങനെയാണ് ഇന്നത്തെ. ചിലപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു വിധം ഇതേപോലെ നിന്ന് എല്ലാവരും കൺഫ്യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഈ മെയിൻ കേസ് ഡീക്കടിക്കണ കാരണം മാത്രമാണ്. ഇല്ലെങ്കിൽ ഇത്രക്കൊന്നും വീഴേണ്ട ഒരു ആവശ്യമില്ല താഴേക്ക്.
നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം അത്യാവശ്യത്തിന് മുകളിലേക്ക് കയറിയിരുന്നു ഒരു 11 മണിക്ക് ഒക്കെ ആകുമ്പോൾ. അതിനുശേഷം പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ്, അതായത് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇത്രയും മൊമെന്റം തന്നപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസിന് എടുത്തിട്ട് കോസ്റ്റ് കൊടുന്ന് വെച്ചിടുന്നു. കറക്റ്റ് ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് പ്രോപ്പറായിട്ട് പിന്നെ അതിന് ശേഷം ഒരു പോളിങ് തന്നത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഏകദേശം ഡേലോ, അതായത് യെസ്റ്റർഡേ ഡേലോ വരെ താഴേക്ക് വന്നിട്ട് നമ്മുടെ സോണിന്ന് പിന്നെ ഒരു റിവേഴ്സിൽ എടുത്തിട്ട് വീണ്ടും CPR വന്നിട്ട് ക്ലോസ് വെച്ചത് ഇന്നത്തെ ദിവസം. എനിവേ ഇന്ന് 2 ട്രേഡ് എടുത്തിട്ട് നമ്മൾ 2 ട്രേഡിലും കോസ്റ്റ് നമുക്ക് വേറെ ലോസ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ കവർ ചെയ്യാണ് ചെയ്തത്.